ഹലോ ഗായ്സ്, നമുക്കിന്ന് അടിപൊളി ഒരു മലായ് കോഫ്ത ഉണ്ടാക്കിയാലോ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു നോർത്ത് ഇന്ത്യക്കാരാണ്. എന്നാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ കൂടെ എല്ലാം പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഞാൻ എന്താ ഏത് വെജ് റെസ്റ്റോറൻറ്റിൽ പോയാലും കണ്ണു അടച്ച് ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു മലായ് കോഫ്ത. അത് ബട്ടർ നാനിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ എന്തിനും നമ്മുടെ സ്വന്തം ദോശയുടെയും അപ്പത്തിൻ്റെയും കൂടെ വരെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ഈ മലായ് കോഫ്ത. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടത് നമ്മുടെ സ്ഥിരം ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയില, പിന്നെ ഒണിയൻ, അതേപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം നമ്മളിതാ ചോപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് കുറച്ച് ഒരു 2 പൊട്ടറ്റോ എടുത്ത് നല്ല രീതിയിൽ വേവിച്ച് നല്ല രീതിയിലൊന്ന് ഉടച്ച് വെക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മളിതാ ഇങ്ങനെ പനീർ എടുത്ത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പച്ചമുളകും കൂടെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മളിതാ ബോളാക്കി റൗണ്ട് ചെയ്തെടുക്കുക. ഇവിടെ 2 പ്രോസസ്സാണ് കേട്ടോ നടക്കുന്നത്, കുക്കിങ്, ഈറ്റിങ്. നമ്മളിതാ ഇതിനൊപ്പം തന്നെ വിശന്നപ്പോഴത്തേക്ക് ആലു തിക്കയും കൂടെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ കേതൻ്റെ കൈകളാണ് കേട്ടോ. നമ്മൾ പൊടി എടുത്ത് വെച്ചപ്പം കേതൻ കൊണ്ട് കൈ വെച്ചതാണ്. കേതൻ്റെ കൈ ഇനി ഈ ഒരു കറിയിൽ പതിഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു കോഫ്തയെ നമ്മൾ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇച്ചിരി നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടണം, എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിതാ ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ നല്ല രീതിയിൽ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു കൈപ്പിടി അളവിൽ നമ്മൾ ക്യാഷ്യൂ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാഷ്യൂ ആണ്. അതിനുശേഷം ഈ ഒരു അളവിൽ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നതിന് ശേഷം നല്ല രീതിയിൽ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു അളവിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. ആദ്യം നമ്മൾ പാൻ എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്രേവി ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേ കണക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും. മുളക് പൊടി കൂടുതൽ എരിവ് വേണ്ടവർക്ക് നമുക്ക് കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നമ്മൾ ലാസ്റ്റ് ക്രീം ചേർത്താണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എരിവ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് അത് ആഡ് ചെയ്ത്. കേതിനും കൂടെ കഴിക്കേണ്ട ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ മുളക് പൊടി ഒക്കെ കുറച്ചാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പം നമ്മളിതാ അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മളിതാ കോഫ്ത ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോഫ്ത ഈ ഒരു ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതാ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്രീമും കൂടെ നമ്മളിതാ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കും. പിന്നീട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കസൂരി മേത്തി, നമ്മുടെ ഉലുവയുടെ ഇല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം അത് ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ കസൂരി മേത്തി ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതേ കണക്ക് തന്നെ ഇതിൻ്റെ ഫ്ലേവറും അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ എല്ലാ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് അപ്പമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഒരു കോമ്പിനേഷനാണ് അപ്പവും മലായ് കോഫ്തയും. അങ്ങനെ ഞാൻ രാവിലെ റെഡിയാക്കി വെച്ചിരുന്ന മാവാണ്. കേതിന് തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കും ഇത് കണക്ക് ഫ്ലവർ ഷേപ്പിലൊക്കെ റെഡിയാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. കേതിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. ഇവിടെ അപ്പത്തിന് ഓരോരുത്തർക്കും ഓരോ ഷേപ്പാണ് കേട്ടോ. കേതിന് ഇങ്ങനെ ഫ്ലവർ പോലെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഹസ്ബൻഡിനും എനിക്കാണെങ്കിൽ സൈഡ് ക്രിസ്പി ആകാതെ വേണം കേട്ടോ അപ്പം കിട്ടുക. അങ്ങനെ നമ്മുടെ അപ്പവും മലായ് കോഫ്തയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്